ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു സൺഡേ ആയിരുന്നു കേട്ടോ. ചിക്കനും ബീഫും ഒന്നും വേണ്ടാന്ന് വിചാരിച്ച് ഞാനും ചേട്ടനും കൂടി വരാപ്പുഴ മാർക്കറ്റിലേക്ക് പോയി. കുറച്ച് നേരം എന്ത് മേടിക്കണം എന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവസാനം ഞങ്ങൾ ചെമ്മീനും ഞണ്ടിലും എത്തി നിന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെമ്മീനും കുറച്ച് ഞണ്ടും മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഇറങ്ങിയപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു, നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും കാശ്മീരിനും കൂടി ഒരു സർവത്തൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം ഞാൻ പോണത് വരാപ്പുഴ പുതിയ പാലത്തിൻ്റെ മുകളിലൂടെയാണ് കേട്ടോ. ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് നാളായി, ഞാൻ ഇപ്പോഴാണ് പോണത്. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ചോറ് വെച്ചു. ഇന്നലെ അടിച്ചു വെച്ച കുറച്ച് ഷേക്ക് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. കാശിക്ക് വേണ്ടി വെച്ചതാണ്. അവനൊക്കെ ചെറിയ ചുമയുള്ളതുകൊണ്ട് അവന് കൊടുത്തില്ല, അത് ഞാൻ തന്നെ കഴിച്ചു. വാങ്ങിച്ചുകൊണ്ടുവന്ന ഞണ്ട് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് പുറത്തേക്ക് എടുത്ത് അതിന് ജീവനുണ്ടായിരുന്നു. ഞാൻ കടയിൽ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചത്തു പൊക്കോളും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടും അത് ചത്തൊന്നുമില്ല കേട്ടോ. ഇത് എങ്ങനെ നന്നാക്കണേന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനൊക്കെ ശരിയാക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കടിക്കുമെന്ന് എനിക്കൊരു പേടി. ഞാനിങ്ങനെ 2 കത്തി വെച്ച് അതിനെ കുത്തി കഴിഞ്ഞപ്പോഴത്തേനും അത് ആ കത്തിയുമ്മ ഇറുക്കി പിടിച്ച് ഞാൻ കത്തി പൊക്കുമ്പോൾ കത്തിയുടെ കൂടെ തന്നെ പോരുമായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കിയാണ് ഇത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ 2 കത്തി വെച്ച് കുത്തി അതിനെ ക്ലീൻ ചെയ്തെടുത്തു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ ഞണ്ട് ശരിയാക്കി കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് കുക്കിങ്ങിൽ എൻ്റെ കൂടെ ചേട്ടനും കൂടി കൂടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുക്കിംഗ് എല്ലാം ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 3 മണിയായി. അപ്പോഴത്തേനും നല്ല കാറ്റും മഴയും തുടങ്ങിയിട്ട് ഒരു വൈകിട്ട് ഒരു 4 മണിയായപ്പോൾ ചൂടിന് ഒരു ആശ്വാസമാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നല്ല കാറ്റും മഴയായിരുന്നു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.